ഓക്കെ, നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണക്ക് വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് വീണ്ടും നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നും ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ ചോരമയൊക്കെ പോകാവുന്ന രൂപത്തിൽ കഴുകിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 3-4 തവണ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഇതൊന്ന് മസാല തേച്ച് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കൈ കൊണ്ടൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്കായിട്ട് ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. എന്നാലത് കറക്റ്റ് മിക്സായി കിട്ടുള്ളൂ. ഈ മസാലപ്പൊടികളെല്ലാം കൂടി മിക്സായി കിട്ടുള്ളൂ. ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സാധനം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മളൊരു 200 ഗ്രാം ഉള്ളി, ഏകദേശം ഒരു 10-60 അല്ലി ഉള്ളി ഉണ്ടാവും, അത് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഒരു 8 പച്ചമുളക് ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോണേ. ആദ്യം നമുക്ക് കുറച്ച് വേപ്പില ഇതിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോണേ. 2 തവണയായിട്ട് വറക്കാനായിട്ട് ഇട്ടുള്ളൂ. ചിക്കൻ ഇട്ടിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ വശം ഇങ്ങനെ മറിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. 1/2 മണിക്കൂർ സമയം പിടിച്ചു. നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ബാലൻസുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാലൻസ് ഉണ്ടായ ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഇത് കോരിയെടുക്കാം. ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എണ്ണ ഇത്ര എണ്ണയുടെ ആവശ്യമില്ല. കുറച്ച് എണ്ണ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ പണി തുടങ്ങാം.
അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് നമ്മൾ 4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കണേ. ഒരു പീസ് ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കണം അതിലേക്ക്. പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അരിഞ്ഞ് വെച്ച ഒരു 8 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഒരു 10 വറ്റൽ മുളക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ 1.5 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോസാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 100 മില്ലിയോളം സോസ് ചേർത്ത് കൊടുക്കേണ്ടി വരും ഇതിൽ. ഓക്കെ, ഇത് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ശരിക്കും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണക്കം വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണക്കം വരുന്നുണ്ട്. വായിൽ വെള്ളം വരുന്ന മണമാണ്. അപ്പോൾ നമുക്ക് കോരി എടുത്തിട്ട് കുറച്ച് കോരി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണക്കം വരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ഥിരം ടേസ്റ്റർമാരോടെ ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വായോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, കഴിച്ചു നോക്കിയിട്ട് പറയട്ടാ. ക്യാമറ നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പിള്ളേർ പറയണം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.